തൃശൂരിലെ കുറുമ്പിലാവിലെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് തല്ലി തകർത്ത കേസിൽ 11 അംഗ ഗുണ്ടാ സംഘം അറസ്റ്റിലായിരിക്കുന്നു. ലോക്കൽ സെക്രട്ടറിയുടെയും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റിന്റെയും വീടും ഈ പ്രതികൾ ആക്രമിച്ചിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പഴുവിൽ സ്വദേശികളാണ് അറസ്റ്റിലായത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കയ്പമംഗലം, കാട്ടൂർ, പഴുവിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ദിവസം പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതരായ പ്രതികൾ ക്ഷേത്രം ഭാരവാഹികളുടെ വീടിന് നേരെ ഗുണ്ടാ ആക്രമണം നടത്തുകയും പാർട്ടി ഓഫീസ് തല്ലി തകർക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, ഉപദേശക സമിതി അംഗവും CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ MB ജയപ്രകാശ് എന്നിവരുടെ വീടുകളാണ് പ്രതികൾ ആക്രമിച്ചത്. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തത്. പ്രതികളെല്ലാം സ്ഥിരം ക്രിമിനലുകളും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളുമാണെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ മയക്കുമരുന്ന് മാഫിയ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ഇവരെ സഹായിക്കുന്നവർക്കെതിരെയും നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. ചാഴൂർ പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങൾ നിയമം കയ്യിലെടുത്ത് ആ അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെയും അതുപോലെ തന്നെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത സംഭവം ഉണ്ടായി. സമയബന്ധിതമായി ഉണർന്നു പ്രവർത്തിച്ച പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരെ സഹായിച്ച് ഒളിവിൽ പോകുന്നതിനും ഒളിവിൽ പാർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതിനും സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഈ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി BNS-ലെ പുതിയ സെക്ഷനുകൾ പ്രകാരമുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും ഈ പ്രതികളെ ഇന്നലെ വൈകുന്നേരം ചന്ദ്രാപിന്നിയിൽ നിന്നും അതുപോലെ തന്നെ കാട്ടൂര് വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കേസിലെ 11 പ്രതികളെയും സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റൂറൽ SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.